ഇന്ന് നമുക്കൊന്ന് ടൈം ട്രാവൽ ചെയ്തിട്ട് വന്നാലോ? എന്താന്ന് കേട്ടില്ല? ഓ, നമ്മൾ എങ്ങനെയാണ് ടൈം ട്രാവൽ ചെയ്യാൻ പോണെന്നല്ലേ? അതൊക്കെ നടത്താൻ പറ്റിയ ആൾക്കാരൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നേ. ഇദ്ദേഹമാണ് ലോകം കണ്ട ഏറ്റവും മികച്ച സയന്റിസ്റ്റ്, പ്രൊഫസർ നീലകണ്ഠ ജ്ഞാനശേഖര നരസിംഹ നാരായണ മൂർത്തി. Welcome Professor Neelakantha Gnanasekhara Narasimha Narayana Murthy. Why your attention? This is my nickname only. ഒറ്റ നോട്ടത്തിൽ കീബോർഡിൽ തബല കൊട്ടുന്ന പോലെ തോന്നുമെങ്കിലും പ്രൊഫസർ നീലകണ്ഠ ജ്ഞാനശേഖര പ്രൊഫസർ നീലൻ ഒരു ജീനിയസ് ആണ്, വേറെ ആരും ഇല്ലെങ്കിൽ. സത്യം പറഞ്ഞ ഇയാൾ എന്താ കാട്ടണെന്ന് നമുക്ക് അറിയില്ലെങ്കിലും അത് അയാൾക്കും അറിയില്ല. സയൻസിലുള്ള തന്റെ മികച്ച കഴിവുകളൊക്കെ ഉപയോഗിച്ച് ഓൾറെഡി പ്രൊഫസർ നീലൻ ഒരു നായക്കുട്ടിക്ക് സംസാരശേഷിയൊക്കെ കൊടുത്തു കഴിഞ്ഞു. അതെ, തമിഴ് സംസാരിക്കുന്ന നായക്കുട്ടി. നിലവിൽ മൂപ്പര് ഒരു ആപ്പിൾ ടെലിപ്പോർട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. இந்த ஆப்பிள் இப்போ டைம் டிராவல் ஆக போகுது. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ. ടൈം ട്രാവൽ ആണോ അതോ ടെലിപ്പോർട്ട് ആണോ? അത് ആദ്യം നിങ്ങളൊന്ന് ഉറപ്പിക്ക്. ഇത് മനുഷ്യർക്ക് പുരിയാതെ ഉനക്ക് എങ്ങടാ പുരിയ പോകുന്നത്? അത് വളരെ ശരിയാണ്. ഇത് മനുഷ്യന്മാർക്ക് മനസ്സിലാവണ ഒരു സിനിമയല്ല. അങ്ങനെ കുറെ നേരത്തെ താളം പിടിക്കലിന് ശേഷം പ്രൊഫസർ നീലൻ ടെലിപ്പോർട്ട് ചെയ്യാനുള്ള ശ്രമത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നനഞ്ഞൊട്ടിയ ഗൗണിലൂടെ അവളുടെ ശരീരവടിവുകൾ അവന് വ്യക്തമായി കാണാമായിരുന്നു. ഈ കഥയുടെ ബാക്കി അറിയണം കുക്കു FM. അതിന്റെ ഇടയിലാണ് പ്രൊഫസർ നീലന്റെ പേരക്കുട്ടികളെ കാണിക്കുന്നത്. എന്തോ ഞങ്ങൾ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവരിടയ്ക്കിടയ്ക്ക് വായിൽ കൊള്ളാത്ത ഇംഗ്ലീഷൊക്കെ ചവച്ച് തുപ്പും. Thank you so much for your beautiful gifts. Oh sure. Wow. Yeah, it's getting late. I have to get ready. Catch you later. Bye. നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയല്ലോ. सबसे प्यारी तेरी सूरत प्यार ही बतरा प्यार है माँ तुझे सलाम. ஏய் 4000 ரூபாய்க்கு பில் வர அளவுக்கு யார்கிட்ட பேசுனே? 4000 ரூபா. இன்ஃபேக்ட் என் கூட பேசறனா கூட இப்பல போன்ல தான் பேசுறா. இரும. எஸ்டி just check my phone. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? தாத்தா எங்கம்மா? அந்த மனுஷன் என்ன பண்றாருன்னு யாருக்கு என்ன தெரியும்? സയന്റിസ്റ്റ് சொல்லிட்டு ஊரை ஏமாத்தி திரிறார். ഈ വീട്ടിൽ കുറച്ചെങ്കിലും ബുദ്ധിയുള്ളത് ഈ ചേച്ചിക്കാണ്. சரி, நீங்க ரெண்டு பேரும் எக்கார்ந்து கொண்டு உங்க தாத்தாவோட ലാബ് എൻടർ பண்ண கூடாது. ഇത്രയും ചെറിയൊരു വീട്ടില് അത്രയും വലിയൊരു ലാബ് ഇയാൾ എങ്ങനെ ഉണ്ടാക്കി എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമാണ്. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഈ പെൺകുട്ടിയുടെ ഷൂ കാണാതെ പോവുകയാണ്. Oh my god, my matching boots. It's missing. Not again. ഈശ്വരാ, ഇതാണ് ന്യൂ ജനറേഷൻ. Compilation is ഓ, ഇയാളുടെ തബല വായിക്കൽ ഇനിയും കഴിഞ്ഞില്ലേ? നോക്കുമ്പോ എന്താ, പ്രൊഫസർ നീലൻ ആപ്പിളിന് പകരം ഈ പെൺകുട്ടിയുടെ ഷൂ എടുത്താണ് ടെലിപ്പോർട്ട് ചെയ്യാൻ വെച്ചേക്കുന്നത്. അങ്ങനെ ആ കീബോർഡിനെ തല്ലി തല്ലി അവസാനം ഇങ്ങനെ എന്തൊക്കെയോ ശരിയാക്കും. എന്നിട്ട് ലാബിൽ നിന്നും പുറത്തോട്ട് പോവാണ്. ലാബേ ഇത് കാണാതെ പോയ തന്റെ ഷൂ എടുക്കാൻ വന്ന ചേച്ചിയും അനിയനും ലാബിന്റെ ഉള്ളിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. ഏ ബില്ലി സുമാര് പോ അന്ത പക്കം. റബ്ബർ ബോൾ ആ കമ്പ്യൂട്ടർ പോലെയുള്ള ആ സാധനത്തിൽ കൊണ്ട് ഇവര് രണ്ടുപേരും എങ്ങോട്ടോ ടൈം ട്രാവൽ ചെയ്യപ്പെടുകയാണ്. മണ്ടൻ, ഇയാൾ ഇത്ര നേരം ഇരുന്ന് താളം പിടിച്ചിട്ട് നടക്കാത്തത് ആ പെൺകുട്ടി ഒരു റബ്ബർ പന്ത് എറിഞ്ഞ് ശരിയാക്കി. അതല്ല, എന്നാലും താൻ എങ്ങനെ ഒരു സയന്റിസ്റ്റ് ആയത്? അങ്ങനെ ഈ കുട്ടികൾ ടൈം ട്രാവൽ ചെയ്യുന്നത് കണ്ട പ്രൊഫസർ നീലൻ ഞെട്ടിപ്പോവുകയാണ്. ഓ, വെരി നാച്ചുറൽ ആക്ടിങ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഇനി ഇയാൾ എന്താ ചെയ്യാ? ജസ്റ്റ് ഒന്ന് ഊഹിക്ക്. കമോൺ, ഇയാൾ എന്ത് ചെയ്യാൻ? ഇയാള് പിന്നെയും പോയിരുന്ന് താളം കൊട്ടും. അങ്ങനെ പ്രൊഫസർ നീലനും പിള്ളേര് പോയ അതേ സ്ഥലത്തേക്ക് തന്നെ ടൈം ട്രാവൽ ചെയ്യാൻ പോവാണ്. നടക്കണ കാര്യമല്ല പറടാ. പോകുന്നതിന് മുന്നേ അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ മൂപ്പര് ഏതോ ബാഗിലാക്കും. ഇത്രയും കമ്പ്യൂട്ടറും കോപ്പൊക്കെ വെച്ചാണ് ഈ ടൈം ട്രാവൽ ഉണ്ടാക്കിയതെന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ ചെറിയ പുട്ടുംകുറ്റി വെച്ചിട്ട് ഇയാൾ എങ്ങനെയാണ് അവിടുന്ന് തിരിച്ചു വരാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. A few moments later. என்னை எப்படியாவது கொண்டு போய் நம்ம வீட்ல விட்டுடுங்க. அதுக்கு தான் நான் இதை எடுத்து வந்திருக்கேன். ഏത് ഈ ആക്രി സാധനങ്ങൾ വെച്ച് ഇയാൾ ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു വരുത്തറേ? ഇത് നമ്മൾ വിശ്വസിക്കണം. Don't worry, okay?
അല്ല ഒരു മിനിറ്റ്, ഇത് മറ്റേ മിസ്റ്റർ ബട്ട്ലർ സിനിമയിലെ സ്റ്റൗ അല്ലേ? ജപ്പാൻകാരന്റെ തലച്ചോറ്. ഇത് വെച്ച് ഇയാൾക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ പറ്റും. സംഭവം എന്താന്ന് വെച്ചാ ഇവര് ടൈം ട്രാവൽ ചെയ്തു പോയിരിക്കുന്നത് പഴയ കാലത്തിലേക്കാണ്, അതായത് ഡൈനോസറൊക്കെ ജീവിച്ചിരുന്ന കാലത്തേക്ക്. അത് കുറച്ച് കൂടുതലല്ലേ സാർ? Wow! Yes, yes! Einstein was right! Right! I made it! It worked out! Yes, yes, yes! ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. Einstein was right! I made it! മിണ്ടാതിരുന്നില്ലെങ്കിൽ വായിൽ ഗുണ്ട് വെച്ച് പൊട്ടിക്കും ഞാൻ. അയാളൊരു ടൈം ട്രാവൽ. Yes, yes, yes! ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ? കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? நான் இத்தனை வருஷமும் எதுக்காக கஷ்டப்பட்டு சின்சியரா உழைச்சனோ அதுக்கு ஒரு நல்ல பலன் கிடைச்சிருக்கு. My dream has come true today. மண்ணாங்கட்டி உங்க ட்ரீம் ப்ராஜெக்ட் தூக்கி குப்பையில போடுங்க. അടിച്ചു നിന്റെ 32 പല്ലും കാണുന്ന കാലിൽ താഴ്ത്തും. ഇവരിങ്ങനെ ഓരോന്ന് പിറുപിറുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതോ ഒരു കൊതുക് വന്ന് ഒരു കല്ലിന്റെ പുറത്തിരിക്കുന്നത്. നോക്കുമ്പോ അത് കല്ലായിരുന്നില്ല, അത് ഡൈനോസറിന്റെ വാലായിരുന്നു. ഇത്രയും വെയിറ്റുള്ള ഒരു പെൺകുട്ടി അതിലിരുന്നിട്ട് ആ ഡൈനോസറിന് വേദനിച്ചില്ല. ഈ ആട്ടിൻകാട്ടത്തിന്റെ സൈസ് പോലും ഇല്ലാത്ത കൊതുക് വന്ന് കടിച്ചപ്പോഴേക്കും ഡൈനോസറിന് വേദനിച്ചു അത്രേ. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അല്ല, ഈ ഡൈനോസറിനെ കാണാൻ മാങ്ങാണ്ടി ചപ്പിയ പോലെ ഉണ്ടല്ലോ. അപ്പോഴാണ് അയാളുടെ മാസ് എൻട്രി. ഹോയ് മമ്മൂട്ടി. ആ, എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്. ഇത് ശിവകാർത്തികേയനല്ല, ഇതൊരു ആദിവാസിയാണ്. അങ്ങനെയാണ് ഇവര് പറയുന്നത്. മുടി നന്നായിട്ട് വളർന്ന എന്നാൽ താടി വളർത്താതെ ട്രിം ചെയ്ത ഒരു ആദിവാസി. അയാളുടെ പേരാണ് ബൂബു. പിന്നെ ബൂബു ചേട്ടന്റെ കുറെ വെറുപ്പിക്കലാണ്. ആദിവാസിയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞപ്പോ മൂപ്പര് അങ്ങോട്ട് ജീവിച്ച് കാണിക്കാണ്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട് പ്രൊഫസർ നീലന്റെ തലയിൽ ഒരു ബുദ്ധി ഉദിക്കും. ഇലക്ട്രിക് ഫിഷിന്റെ ഇലക്ട്രിക് ചാർജ് കൊണ്ട് പവർ സപ്ലൈ ഉണ്ടാക്കി ഇയാൾ ബാഗിലിട്ട് കൊണ്ടുവന്ന ആ പുട്ടുംകുറ്റിയും സ്റ്റൗ ഒക്കെ ഉപയോഗിച്ച് തിരിച്ചു പോകും. അതാണ് ഇയാളുടെ പ്ലാൻ. തോന്നിയത് പറയുന്നതിനൊരു അതിരില്ലടാ. അതിനുവേണ്ടി ഇവരൊരു ഇലക്ട്രിക് ഫിഷിനെ കണ്ടുപിടിക്കും. ഇത് മറ്റേ ചെറിയ കുട്ടികളിൽ കാലിടുന്ന പീ പീ എന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന ചെരുപ്പല്ലേ. അങ്ങനെ കുറെ നേരത്തെ മണ്ടത്തരങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരെങ്ങനെയോ വീട്ടിലേക്ക് തിരിച്ചെത്തും. കൂടെ നമ്മുടെ ബൂബു ചേട്ടനും ഉണ്ടാവും. പിന്നെ നോക്കണു, ആ പുട്ടുംകുറ്റി വഴി ഡൈനോസറൊക്കെ ഇവരുടെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒറ്റ സംഭവത്തോടു കൂടി പ്രൊഫസർ നീലൻ ഒരു ജീനിയസ് ആയി അറിയപ്പെടുകയാണ്. ഇതൊക്കെ പിന്നെ സഹിക്കാം. ഇയാൾ ഈ ഡൈനോസറിനെ ചങ്ങലക്കിട്ട് വീട്ടിന്റെ ഉള്ളിൽ വളർത്തിയിത്രേ. ஏமா கண்ணு உங்க வீட்ல என்ன சிங்கப்புலி ஏதாவது வளர்க்குறீங்களா? ஒரே சத்தமா இருக்கேம்மா. ഡൈനോസർ ഉള്ള കാലത്ത് മനുഷ്യന്മാരുണ്ടായിരുന്നില്ല, അതെനിക്കറിയാം. പിന്നെ എങ്ങനെയാണ് ഈ പൂപ്പു ഉണ്ടായത് എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇയാള് ഡൈനോസറിനെ ചങ്ങലക്കിട്ട് ഇയാളുടെ ലാബിൽ വളർത്തി. നാളെ ഇയാൾ ഈ ഡൈനോസറിനെ കൊണ്ടുപോയിട്ട് പൂരത്തിന് നിർത്തും. മംഗലാംകുന്ന് ഡൈനോസർ. Bloody sweet.